ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിനെതിരെ ആരോപണവുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്ത് വന്നു. പാലക്കാട് ജില്ലയിലെ എല്ലാ കമ്പനികളിലും തൊഴിലാളികളെ എത്തിക്കുന്നത് സി കൃഷ്ണകുമാറെന്ന് EN സുരേഷ് ബാബു ആരോപിച്ചു. തൊഴിലാളിയുടെ വേതനത്തിൻ്റെ നല്ലൊരു പങ്കും പോക്കറ്റിലാക്കുന്ന സി കൃഷ്ണകുമാറിന് മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പറയാൻ നാണമുണ്ടോ എന്ന് EN സുരേഷ് ബാബുവിൻ്റെ ചോദ്യം. ബി.ജെ.പിയുടെ ഈ ജില്ലയിലെ എല്ലാ കമ്പനികളിലും ലേബർ കോൺട്രാക്ടർ ലേലമെടുക്കുന്ന ഒരാളാണ് ഇതിൻ്റെ മുമ്പിൽ നിന്ന് സമരം ചെയ്യണ്. നാണമുണ്ടോ ഈ ബി.ജെ.പി. നേതാവിന്? സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ ജില്ലയിലെയും സ്റ്റേറ്റിലെയും എല്ലാ വ്യവസായ സ്ഥാപനങ്ങളിലും ലേബർ കോൺട്രാക്റ്റിൽ തൊഴിലാളികളെ സപ്ലൈ ചെയ്യുക, ആ തൊഴിലാളിയുടെ അധ്വാനത്തിലെ ഒരു നല്ല ശതമാനം പണം ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാക്കുക, എന്നിട്ട് മറ്റൊരു കമ്പനി വരുമ്പോൾ അവിടെ സമരം ഇരുത്തുക. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ടെലിഫോണിൽ ചേർന്നു. നിഖിൽ പ്രമേഷ്, യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വലിയൊരു ആരോപണമാണ്. തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ലേബർ കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്ന BJPയുടെ നേതാവ് കൃഷ്ണകുമാറാണ് ഈ ആരോപണവുമായി വന്നിരിക്കുന്നതെന്ന് പറയുന്നു. തീർച്ചയായിട്ടും CPM ജില്ലാ സെക്രട്ടറിയായി രണ്ടാം ഊഴം ലഭിച്ചതിന് പിന്നാലെ ഇതാദ്യമായി അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. അതും വളരെ ശക്തമായ ഒരു ആരോപണം തന്നെ എന്ന് പറയേണ്ടി വരും. BJPയുടെ ജില്ലയിലെ ഒരു മുഖമെന്ന് തന്നെ പറയാവുന്ന സി കൃഷ്ണകുമാറിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉന്നയിച്ചിരിക്കുന്നത്. ഒരു ലേബർ കോൺട്രാക്ടറാണ് സി കൃഷ്ണകുമാർ. അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണത്. സ്വാഭാവികമായിട്ടും ജില്ലയിലെ എല്ലാ കമ്പനികളിലേക്കും, പ്രധാനപ്പെട്ട കമ്പനികളിലേക്കെല്ലാം തന്നെ തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്നത് സി കൃഷ്ണകുമാറാണ് എന്നാണ് EN സുരേഷ് ബാബു പറയുന്നത്. എന്ന് മാത്രമല്ല, തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്നതിനൊപ്പം അവരുടെ വേതനത്തിന്റെ ഒരു പങ്കുപറ്റി പോക്കറ്റിലിടുന്ന ആൾ കൂടിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും അത് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണ്. അങ്ങനെ തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഈ ബ്രൂവറി വിഷയത്തിൽ മദ്യ നിർമ്മാണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അദ്ദേഹത്തിന് നാണമുണ്ടോ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നയിക്കാൻ എന്നുകൂടിയാണ് EN സുരേഷ് ബാബു ചോദിച്ചു വെക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.